ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. പ്രിയമുള്ളവരെ, വ്യക്തിജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെ വലിയ കാണാപ്പുറങ്ങളിലേക്ക് എന്നെ നയിച്ച ശക്തമായൊരു വചനമാണ് ഇത്. വിശേഷിച്ചും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വരണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുള്ളപ്പോൾ, ആരും ശ്രദ്ധിക്കാനില്ല, ആരും കേൾക്കാനില്ല എന്നൊക്കെയുള്ള വേദനകൾ അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് എന്നെ ഒത്തിരി സ്വസ്ഥതപ്പെടുത്തിയ, സാന്ത്വനപ്പെടുത്തിയ വചനമാണിത്. 2 വയസ്സുകാരൻ മകൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കൈ അവന് വെച്ചു കൊടുക്കും പിടിക്കാനായിട്ട്. പക്ഷെ അവൻ കൈ കുതിര മാറ്റിയിട്ട് അവൻ്റെ കൈ എൻ്റെ കൈക്കുള്ളിലേക്ക് തിരികെ കയറ്റും. അവൻ എൻ്റെ കൈ പിടിക്കുന്നതല്ല, അവന് സുരക്ഷിതത്വ ബോധം അപ്പൻ മകൻ്റെ കൈ പിടിക്കുന്നതിനാണ്. പ്രിയമുള്ളവരെ, ആരാധനയുടെയും സ്തുതിപ്പിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഈ നിമിഷങ്ങളിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കൈ പിടിപ്പിക്കാം. അപ്പൻ പിടിച്ചാൽ പിടിവിടുകയില്ല. നാം പിടിച്ചാലേ ഉള്ളൂ നമുക്കിഷ്ടമുള്ളപ്പോൾ പിടിവിട്ട് അഹങ്കരിച്ച് ഓടിപ്പോവുകയുള്ളൂ. ഈ നിമിഷം ആരാധനയുടെ നിമിഷം, അത്യുന്നതനായ ദൈവത്തെ പാടി സ്തുതിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ആത്മശോധനയോടെ ആയിരിക്കാം. അപ്പൻ നമ്മുടെ കൈപിടിക്കും. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ചേർന്ന് പാടാം: വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ
നാമത്തെ കീർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ അപ്പൻ്റെ നാമത്തെ കീർത്തനത്തോടെ പാടിസ്തുതിക്കുന്നു. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭു, മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ, യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും, എന്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതല്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഓരോ വ്യക്തികളോടും പറയുകയാണ്: നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. ഈ വചനത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പനോടുള്ള നമ്മുടെ ആശ്രയബോധത്തെക്കുറിച്ച് ഒന്ന് ആത്മശോധന ചെയ്യും. ഞാൻ എപ്രകാരമാണ് കർത്താവിൽ ശരണപ്പെടുന്നത്? ഒരു ചെറിയ നെടുവേർപ്പുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു രോഗപീഠയുണ്ടാകുമ്പോൾ, ഒരു കടബാധ്യത ഉണ്ടാകുമ്പോൾ നാം മനുഷ്യരുടെ പുറകെയാണോ അതോ സൃഷ്ടാവായ ഏക ദൈവത്തിനാണോ എൻ്റെ ശരണം? പഴയ നിയമകാല സംഭവങ്ങളിൽ കർക്കശക്കാരനായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ മുഖചിത്രം വരച്ച് കാട്ടിയവൻ ഈശോ. ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ പിതാവ് സമ്പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സമ്പൂർണ്ണനായിരിക്കുവേ. താനാണ് കർത്താവിൻ്റെ, സൃഷ്ടാവിൻ്റെ സ്നേഹം രൂപം ധരിച്ചെത്തിയ ഏകരക്ഷകൻ എന്ന കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് പറയുമ്പോൾ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും കർത്താവിന് ഇട്ടുകൊടുക്കും. പ്രിയമുള്ളവരെ, ആ കർത്താവ് യേശുനാഥനെ, ഏകരക്ഷകനും നാഥനും കർത്താവുമായ യേശുനാഥനെ നമുക്ക് ഏറ്റുപറയാം. അപ്പൻ അയച്ചു തന്ന ഏക ഉത്തരമായ ഈശോനാഥനെ നമുക്ക് സ്തുതിക്കാം. എന്തെന്നാൽ അവിടുന്ന് മാത്രമാണ് ഏകരക്ഷകൻ, അവിടുത്തെ നാമത്തിൽ മാത്രമാണ് വിടുതൽ. ഈ നിമിഷം സ്തുതിക്ക് യോഗ്യനായ
സർവശക്തിക്കും ഉടയവനായ കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോഴാണ് ഹൃദയം തുറന്നുകൊണ്ട് സർവവും കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. സ്തുതിക്ക് യോഗ്യനായ സർവശക്തനായ യേശുനാഥനെ നമുക്ക് ചേർന്ന് പാടാം. സ്തുതിക്കു യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാനിന്നു നിൻ സന്നിധേ. പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗ്ഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടലിൻ്റെ, അവഗണനയുടെ, രോഗത്തിൻ്റെ, പീഡകളുടെ പത്മോസിൻ ദ്വീപിൽ നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീ ഓർക്കുക, അവിടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന, സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നമുക്ക് ചേർന്ന് പാടാം. പത്മോസിൻ ദ്വീപിൽ പത്മോസിൻ ദ്വീപിൽ ഞാൻ ഏകനായാലും തീച്ചൂളയിൻ മധ്യയായിടിലും. പത്മോസിൻ ദ്വീപിൽ ഞാൻ ഏകനായാലും തീച്ചൂളയിൻ മധ്യയായിടിലും. കൂട്ടിനായി വന്നിടും, കൂടെ നടന്നിടും, മാറോട് ചേർത്തന്നെ അണച്ചിടും. കൂട്ടിനായി വന്നിടും, കൂടെ നടന്നിടും, മാറോട് ചേർത്തന്നെ അണച്ചിടും. യേശുവേ, യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗ്ഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. കർത്താവ് നടത്തിയ അത്ഭുതകരമായ വഴികളെ ഓർത്ത് നമുക്ക് ചേർന്ന് പാടാം. നിസ്സീഹത്തിന്റെ ആഴമെത്രയോ വർണ്ണിച്ചിടാൻ എനിക്കാവുകില്ലേ. നിസ്സീഹത്തിന്റെ ആഴമെത്രയോ വർണ്ണിച്ചിടാൻ എനിക്കാവുകില്ലേ. നടത്തിയ നിന്റെ വഴികളോർത്തെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. നടത്തിയ നിന്റെ വഴികളോർത്തെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. യേശുവേ നീ മാത്രം, യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗ്ഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ
പ്രിയമുള്ളവരെ, അല്പനിമിഷം കർത്താവിൻ്റെ വചനപ്രകാരം ശാന്തമാകും. കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കും. അലച്ചിലിൻ്റെയും നെടുവീർപ്പിൻ്റെയും പിറുവീർപ്പിൻ്റെയും മുറുമുറുപ്പിൻ്റെയും ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ശാന്തതയുള്ള അവിടുത്തെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ശാന്തമാവുക. കർത്താവ് ദൈവമാണെന്ന് അറിയുക. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലെയുള്ള ശക്തമായ ഒരു സ്വരം കേട്ടു, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തുതിപ്പിൻ്റെ മന്ത്രം ഹല്ലേലൂയ സ്വരം, സ്വർഗത്തിലെ സ്തുതിപ്പിൻ്റെ ഭാഷ നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളോട് ചേർത്ത് ശക്തനായ, അത്യുന്നതനായ, സ്നേഹനിധിയായ, വാത്സല്യനിധിയായ, കരുതുന്നവനായ, സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കുക. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഈ മന്ത്രം ഉയരട്ടെ. ഈ നിമിഷം ഹല്ലേലൂയ പാടി കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം ഇപ്പോൾ വിട്ടുകൊടുക്കും. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ആശ്രയം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ പാപദോഷങ്ങൾ, നിങ്ങളുടെ അലട്ടുന്ന എന്തും ഈ നിമിഷം വിട്ടുകൊടുക്കുക. കാരണം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. ആരാധനയുടെ ഈ മനോഹര നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ സ്നേഹപൂർവ്വം ആരാധനയോടെ നമുക്ക് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയ തുടിപ്പുകൾ കർത്താവേ അവിടുത്തെ സ്നേഹസ്പന്ദനത്തോട് ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ, അസ്വസ്ഥതകൾ, ആകുലതകൾ, വ്യാകുലതകൾ, അവഗണന, ഒറ്റപ്പെടുത്തൽ കർത്താവേ, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ നെടുവീർപ്പുകളും അപ്പൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന കർത്താവ്, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന കർത്താവ്, സ്തുതിപ്പിൻ്റെ അധരങ്ങളുടെ ബലി ഞങ്ങൾ കരയേറ്റുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കരുണ തോന്നി ഉത്തരം നൽകണമേ കർത്താവേ. സൗഖ്യദായകനേ, രാജാവേ, യേശുവേ രക്ഷകനേ, ഈശോയേ ദാവീദിന്റെ പുത്ര, കരുണ തോന്നണമേ, പാപവിമോചകനേ, അടിമകളെ സ്വതന്ത്രനാക്കിയവനേ, രാജാവേ, കർത്താവേ, കർത്താധികർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹ രാജാവേ, അങ്ങേക്ക് എന്നും ആരാധന. എന്നാൽ അവിടുന്ന് മാത്രം പരിശുദ്ധനാകുന്നു, അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനാകുന്നു. നാഥനേ സ്വസ്തി, രാജാവേ സ്വസ്തി, ഈശോയേ ആരാധന.
പ്രിയമുള്ളവരെ, വിശേഷിച്ചും രോഗക്കിടക്കയിലായിരിക്കുന്നവർ ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഇതെല്ലാം തരത്തിലാണ് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഇതുവരെയും സ്വന്തമാക്കത്തുണ്ടെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കും. കർത്താവ് തരുന്ന പ്രചോദനമനുസരിച്ച് ഈ നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സകല പ്രശ്നങ്ങളെയും സംഗ്രഹിക്കട്ടെ. സർവത്തിനും ഏക ഉത്തരം ഈശോയാണ്. അപ്പന് അതിനപ്പുറം ഒരു ഉത്തരം തരാനില്ല. സ്വന്തം അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ കൽപ്പന സ്വന്തം ശരീരത്തിലും ആത്മാവിലും ജീവിതത്തിലും കാണിച്ചു തന്നവനാണ് ഈശോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഉത്തരം, നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഉത്തരം ഈശോ മാത്രം. ഈ നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഈശോയോട് ചോദിക്കുക, ഇഷ്ടമുള്ളത് ചോദിക്കുക. താങ്ക് യു ജീസസ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളല്ല, അവിടെ നിന്ന് നൽകിയിരിക്കുന്ന തിരുസാന്നിധ്യത്തിൻ്റെ അനുഭവത്തെ ഓർത്ത് നന്ദി പറയുന്നത്. നന്ദി കർത്താവേ. പ്രിയമുള്ളവരെ, തൊട്ടതിനും പിടിച്ചതിനും സ്തുതിക്കുവാനുള്ള ഒരു കൃപാവർത്തനം പ്രാർത്ഥിച്ചു. എന്തു വന്നാലും കർത്താവിൻ്റെ ദൈവത്വത്തിന്, കർത്താവിലുള്ള എൻ്റെ ആശ്രയബോധത്തിന് ഒരു കോട്ടവും സാധിക്കാത്ത വിധം, ഒരു കോട്ടവും സ്പർശിക്കാത്ത വിധം സ്തുതിപ്പിൻ്റെ മേലങ്കിയാണ് ഞാൻ. സ്തുതിപ്പിൻ്റെ കൃപാവരമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ദാഹിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളെല്ലാവരും ഈ ജീവിത സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. സ്നേഹപൂർവ്വം സൃഷ്ടാവായ ദൈവം നിരന്തരം ഓർമ്മിപ്പിക്കുന്നു, ശാന്തമാവുക, ദൈവമാണെന്നറിയുക. അലച്ചിലുകൾ എണ്ണുന്നവൻ, കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്നവൻ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു, ശാന്തമാവുക, ദൈവമാണെന്നറിയുക. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ നിമിഷങ്ങളുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ നിത്യനായ കർത്താവിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിക്കണം. നമുക്ക് ഇനി ഒരിക്കലും കർത്താവിൽ നിന്ന് ഞാൻ വിട്ടുപോകുകയില്ല എന്ന് നിശ്ചയിക്കും. ഈ ഇരടികൾ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള മുഴുവൻ യാത്രകളെ വിട്ടുകൊടുത്തുകൊണ്ട് ചേർന്ന് പാടാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ആയ കർത്താവിന് സ്തോത്രം. രാജാവിന് മഹത്വം, കുഞ്ഞാടിന് ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ആയ കർത്താവിന് സ്തോത്രം. രാജാവിന് മഹത്വം, കുഞ്ഞാടിന് ആരാധന. കർത്താവിലുള്ള ഏകദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നമ്മെ തന്നെ കുരിശ് വരിച്ചുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും